വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. കർത്താവിൻ്റെ ആത്മാവ് ജപ്തായുടെ മേൽ ആവസിച്ചു. ജപ്ത യുദ്ധം ചെയ്യാൻ അമ്മോന്യരുടെ അതിർത്തി കടന്നു. കർത്താവ് അവരെ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. വിജയിച്ചു വരുമ്പോൾ ആദ്യം എതിരേൽക്കാൻ വരുന്നയാളെ കർത്താവിന് ദഹനബലിയായി അർപ്പിക്കാമെന്ന് ജപ്ത കർത്താവിനൊരു നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ വിജയിച്ച് ആദ്യം എതിരേൽക്കാൻ വന്നത് തൻ്റെ ഏകമകളായ സീലായായിരുന്നു. എന്നിട്ടും ജപ്ത തൻ്റെ നേർച്ച നിറവേറ്റി. ജപ്ത അമ്മോന്യരോട് യുദ്ധം ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ എഫ്രായിംകാരെ കൂടെ വിളിച്ചില്ല എന്നാരോപിച്ചുകൊണ്ട് അവർ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്തു. ജപ്തായും ഗിലിയാദുകാരും കൂടി എഫ്രായിംകാരെ തോൽപ്പിച്ചു. ജപ്ത ഇസ്രായേലിൽ 6 വർഷം ന്യായപാലനം നടത്തി. അതിനുശേഷം മരിച്ചു. സ്വന്തം പട്ടണമായ ഗിലിയാദിൽ അടക്കപ്പെട്ടു. ജപ്തായ്ക്ക് ശേഷം 7 വർഷം ഇസ്രായേലിൽ ന്യായപരിപാലനം നടത്തിയത് ഇബ്സാനും, അതിനുശേഷം 10 വർഷം ഏലോണും, അതിനുശേഷം 8 വർഷം അബ്ദോനുമായിരുന്നു. ഇസ്രായേൽ ജനം വീണ്ടും കർത്താവിൻ്റെ മുമ്പിൽ തിന്മ ചെയ്തു. അവിടുന്ന് അവരെ 40 വർഷത്തേക്ക് ഫിലിസ്ത്യരുടെ കൈകളിൽ ഏൽപ്പിച്ചു. ദാൻ ഗോത്രക്കാരനായ മനോവയുടെ വന്ധ്യയായ ഭാര്യയ്ക്ക് കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അവൾ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുമെന്നും അവളോട് വീഞ്ഞോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ കഴിക്കരുതെന്നും ജനിക്കാൻ പോകുന്ന പുത്രൻ്റെ തലയിലെ മുടി മുറിക്കുകയോ ചെയ്യരുതെന്നും അരുളി ചെയ്തു. 2ാം പ്രാവശ്യവും ദൂതൻ പ്രത്യക്ഷപ്പെട്ടപ്പോഴും അത് ദൈവദൂതനായിരുന്നുവെന്ന് മനോവ അറിഞ്ഞില്ല. അതിഥിയോട് ഒരാട്ടിൻകുട്ടിയെ പാകം ചെയ്ത് ഭക്ഷിക്കാൻ നിർബന്ധിച്ചപ്പോൾ അവനത് കർത്താവിന് ദഹനബലിയായി അർപ്പിക്കുക എന്ന് പറഞ്ഞു. അതനുസരിച്ച് ധാന്യബലിയോടുകൂടെ അത്ഭുതം പ്രവർത്തിക്കുന്നവനായ കർത്താവിന് പാറപ്പുറത്ത് വെച്ച് ബലിയർപ്പിച്ചു. ബലിപീഠത്തിൽ നിന്ന് അഗ്നിജ്വാല ആകാശത്തിലേക്ക് ഉയർന്നു. മനോവയും ഭാര്യയും നോക്കി നിൽക്കിയ കർത്താവിൻ്റെ ദൂതൻ ബലിപീഠത്തിലെ അഗ്നിജ്വാലയിലൂടെ ഉയർന്നുപോയി. അവർ നിലത്ത് കമിഴ്ന്നു വീണു. അവൻ മനോവയ്ക്കും ഭാര്യയ്ക്കും പിന്നീട് പ്രത്യക്ഷപ്പെട്ടില്ല. അത് കർത്താവിൻ്റെ ദൂതനായിരുന്നുവെന്ന് മനോവയ്ക്ക് വ്യക്തമായി. ന്യായാധിപന്മാർ 13-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.